സോ ക്രിസ്മസ് വെക്കേഷനൊക്കെ കഴിഞ്ഞ് ബാഴ്സലോണ പ്ലേയേഴ്സും റയൽ മാഡ്രിഡ് പ്ലേയേഴ്സും എല്ലാവരും വീണ്ടും ലാ ലീഗയിലോട്ട് വരാൻ പോവുകയാണ്. അതിലിപ്പോൾ ബാഴ്സലോണയുടെ മാച്ച് കഴിഞ്ഞു, അതിൻ്റെ റിവ്യൂ ആണിത്, അതിൻ്റെ വീഡിയോ ആണിത്. ഓക്കെ, തമ്മിൽ കണ്ട പോലെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, എന്തായാലും ബാഴ്സലോണ എസ്പാനിയോളിനെതിരെ 2026 ആദ്യത്തെ മാച്ചിൽ ഒരു ലേറ്റ് വിന്നറോട് കൂടിയാണ് എന്നുണ്ടെങ്കിലും മാച്ച് വിജയിച്ചിട്ടുണ്ട്. അവർക്കത് സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഒരാളുടെ പേര് എടുത്ത് പറയണം ഈ ഒരു മാച്ചിൽ. അത് വേറെ ആരുമല്ല, ദ ഗോൾ കീപ്പർ യുവാൻ ഗാർസിയ. ഫോമർ ടീമുമായിട്ട് അവരുടെ ഹോം മാച്ചിൽ, അതായത് ഫോമർ ഹോം ഗ്രൗണ്ടിൽ മാച്ച് വന്ന സമയത്ത് ഈ ചങ്ങായി എടുത്തൊരു പെർഫോമൻസ്. ഓക്കെ, നമുക്ക് അതിനെക്കുറിച്ച് സെപ്പറേറ്റ് പറയാം. എന്തായാലും ബാഴ്സലോണയ്ക്ക് ഇനി അടുത്ത മാച്ചുള്ളത് സൂപ്പർ കോപ്പ ഡി എസ്പാനിയയിലുള്ള അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കെതിരെയാണ് ആ ഒരു മാച്ചുള്ളത്. സോ ഈ ഒരു മാച്ചിൽ ബാഴ്സലോണക്ക് വിന്നൊക്കെ പറയുന്നത് മസ്റ്റാണ്. വേറെ ഒന്നുമല്ല, അവർക്ക് ആ ഒരു ടേബിൾ ടോപ്പിൽ ലീഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മസ്റ്റാണ്. ഇപ്പോൾ 7 points ക്ലിയർ ആണ് റയൽ മാഡ്രിഡിനെതിരെ. ഓക്കെ, റയൽ മാഡ്രിഡിലുള്ള സെക്കൻഡ് ടീമായിട്ടുള്ള റയൽ മാഡ്രിഡിനെതിരെ 7 points ക്ലിയർ ആണ്. റയൽ മാഡ്രിഡ് ഒരു മാച്ച് കുറവേ കളിച്ചിട്ടുള്ളൂ. ഇന്ന് അവർക്ക് റയൽ മാഡ്രിഡിന് റയൽ ബെറ്റിസിനെതിരെ മാച്ച് ഉണ്ട്. സോ അത് വിജയിക്കുകയാണെങ്കിലും 4 points ലീഡ് ബാഴ്സലോണയ്ക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു മാച്ചിൽ ഇൻ കേസ് വല്ല സമനിലയോ തോൽവിയോ വല്ലത് ഏറ്റുവാങ്ങുകയാണെന്നുണ്ടെങ്കിൽ റയൽ മാഡ്രിഡ് കയറും. ഓക്കെ, സംഭവം ടോപ്പിൽ ബാഴ്സലോണ നിൽക്കും, പക്ഷേ റയൽ മാഡ്രിഡിൻ്റെ ആ ഒരു പോയിൻറ്റ് ഡിഫറൻസ് ഭയങ്കരമായിട്ട് കുറയുമായിരുന്നു ഇനി അവർ റയൽ ബെറ്റിസിനായിട്ട് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അങ്ങനെ ടോട്ടലി ഡ്രോ പോലും അക്സെപ്റ്റബിൾ അല്ല ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് ഫോമർ ഡിഫെൻഡിങ് ചാമ്പ്യൻസാണ് ലാ ലീഗയിൽ അവർ. സോ അവർക്കത് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ വിജയിച്ചേ പറ്റൂ. സോ 85ാമത്തെ മിനിറ്റ് വരെ 0-0 എന്നുള്ളൊരു സ്കോറിനാണ്. എസ്പാനിയോളേതാണെന്നുണ്ടെങ്കിൽ അവരുടെ ഹോം സ്റ്റേഡിയം ആയതുകൊണ്ട് അവർക്ക് നല്ല എനർജി ഉണ്ട്. അവർ ഭയങ്കരമായിട്ട് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോരോ ചാൻസ് 1-on-1 വിത്താടാ യുവാൻ ഗാർസിയായിട്ട് വന്നിട്ടുള്ളത്. 1-on-1 വിത്ത് സ്ട്രൈക്കർമാർ. എസ്പാനിയോളിൻ്റെ ഫോർവേഡ്സിനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ മാക്സിമം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. യുവാൻ ഗാർസിയ മാൻ വിടണ്ടേ ബോള്, ചത്താലും വേണ്ടില്ല, ഞാൻ ബോള് വിടൂല, ആ ഒരു മൈൻഡ് സെറ്റില്ല. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഫോമർ ക്ലബ്ബാണ് എസ്പാനിയോൾ, ഞാൻ പറഞ്ഞു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫോമർ ക്ലബിൻ്റെ പ്ലെയർ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് വന്നപ്പോൾ റെസ്പെക്റ്റ് അല്ല യുവാൻ ഗാർസിയക്ക് കിട്ടിയത്. ഓക്കെ, അത് നമുക്കറിയാം. അവിടുത്തെ ഓഡിയൻസ് എല്ലാവരും മറ്റേ ഒരു റാറ്റിൻ്റെ എലിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് യുവാൻ ഗാർസിയക്ക്. ബൈ ഹിസ് ഫിസിക്ക് വെച്ച് കമ്പയർ ചെയ്തിട്ടാണോ അങ്ങനെ പറഞ്ഞത്? പക്ഷേ എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല. ഓക്കെ, എന്താണ് അവർ ആ ഒരു, എന്തായാലും യുവാൻ ഗാർസിയനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബോൾ കിട്ടുമ്പോഴൊക്കെ ബൂ ചെയ്യുക, ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഓഡിയൻസ് വന്നത്. എന്താണ് ആ ഒരു റാറ്റിനെ കൊണ്ട് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. എനിക്ക് മനസ്സിലായില്ല, ടു ബി ഫ്രാങ്ക്. പക്ഷേ ഇന്നത്തെ മാച്ചിൽ അതൊന്നും ആ ചങ്ങായിനെ തളർത്തിയത് പോലുമില്ല. ആ ചങ്ങായിക്ക് അത് ആവേശം കയറുക മാത്രമേ ചെയ്തോളൂ. എച്ചാതി പെർഫോമൻസാണ് പുൾ ഓഫ് ചെയ്ത്. സ്പാനിയോളിൻ്റെ ഓഡിയൻസ് കണ്ണ് തള്ളി നോക്കി കൈ ചങ്ങായി ഏതെങ്കിലും ഒരു ബോൾ വിടൂ, ഏതെങ്കിലും ഒന്ന്. എടാ, അടിച്ച ഷോട്ട് എന്നൊക്കെ പറഞ്ഞാൽ കളി കണ്ടവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. എച്ചാതി സേവ ആ ചങ്ങായി നടത്തി. 1-on-1 പോട്ടെ, 2-on-1 വന്നു ഒരു സിറ്റുവേഷനിൽ, ആ സമയത്തും സേവ് ചെയ്തു. സ്പാനിയോളിൻ്റെ ഓഡിയൻസ് ആ ചങ്ങാനെ തേറി പറഞ്ഞിട്ടുണ്ടാവും, അച്ചാതി ദേഷ്യം ഉണ്ടാവും യുവാൻ ഗാർസിയനെ. അമ്മാതിരി പെർഫോമൻസ്. ബാഴ്സലോണ നമുക്കറിയാം ഈ ഒരു കഴിഞ്ഞ ട്രാൻസ്ഫർ മാർക്കറ്റിൽ അത്രയധികം കാശൊന്നും ചിലവഴിച്ചൊരു ടീമൊന്നും അല്ല. വളരെ കുറച്ച് സൈനിങ്സേ നടത്തിയിട്ടുള്ളൂ. റാഷ്ഫോർഡ്, യുവാൻ ഗാർസിയ, റൂണി ബർദാജി, അങ്ങനെ വളരെ കുറച്ച് ട്രാൻസ്ഫേഴ്സേ നടത്തിയുള്ളൂ. അത് എനിക്ക് അത്യാവശ്യം കാശ് കൊടുത്തത് യുവാൻ ഗാർസിയക്കാണ്, 30-35 മില്യൺ. കാരണം അവരുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ അത്ര നല്ലതല്ല ബാഴ്സലോണയുടെ. പക്ഷേ ആ ഒരു 30-35 മില്യൺ കൊടുത്തത് വെറുത്ത അച്ചാതി പെർഫോമൻസാണ് ഫുൾ ഓഫ് ചെയ്ത്. വെറുത്ത് എന്നൊക്കെ പറഞ്ഞാൽ പ്യൂർ വെറുത്ത്, ഒന്നും പറയാനില്ല. ബാഴ്സലോണ ഇപ്പോൾ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ, ഈ ഒരു വിൻ്റർ ട്രാൻസ്ഫർ, ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ആൻസിഫ്ലി കൺഫേം ചെയ്തിട്ടുണ്ട് അവർക്കൊരു ഡിഫൻഡറെ വേണം എന്ന് തന്നെയാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. ആവോ കൺസാലോ അൽ ഹിലാലിൻ്റെ കോൺട്രാക്റ്റ് അദ്ദേഹത്തിൻ്റെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. മേ ബി ആവോ കൺസാലോ വരാം. ആ കൺസാലോ നമുക്കറിയാം ലോണിൽ ഓൾറെഡി വന്ന ഒരാളാണ്. പിന്നെ അദ്ദേഹത്തെ പെർമനൻ്റ് ആകാൻ പറ്റാതെ അദ്ദേഹം ടീം വിട്ടുപോയി. പക്ഷേ മേ ബി അദ്ദേഹം വരാം. അദ്ദേഹത്തെ പേര് വരുന്നുണ്ട് കേട്ടോ, ഇതൊന്നും കൺഫേം ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ പേരിങ്ങനെ വരുന്നുണ്ട്. ചിലപ്പോൾ മേ ബി ആവോ കൺസാലോ ആവും ആ ഒരു ഡിഫൻഡർ, അല്ലെങ്കിൽ അദ്ദേഹം മറ്റേ ബയൺ മ്യൂണിക്കിലോട്ട് പോകും. അങ്ങനെ പല പേരുകളും വരുന്നുണ്ട്.
യൂറോപ്പിലോട്ട് തിരിച്ചു വരുമെന്നാണ് ആയോ കൻസലിൻ്റെ കാര്യം പറയുന്നത്. അതിൽ വൺ ഓഫ് ദ നെയിമാണ് ബാഴ്സലോണ എന്ന് പറയുന്നത്. പിന്നെ ഹാൻസി ഫ്ലിക്ക് അവിടെ പറയുകയും ചെയ്തു ഡിഫൻഡറെ ആവശ്യമുണ്ട് എന്നുള്ള കാര്യം. സോ അങ്ങനെയൊക്കെ പലരും കൂട്ടിക്കുഴച്ച് ആയോ കൻസൽ തന്നെയാണ് എന്നൊക്കെ കൺഫേം ചെയ്ത് പലരും പറയുന്നുണ്ട്. ഉറപ്പൊന്നുമില്ല കേട്ടോ, ടു ബി ഫ്രാങ്ക്, എനിക്ക് ഉറപ്പൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ബാഴ്സലോണ ടോട്ടലി അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആസ് എ ടീം പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആണ് ബാഴ്സലോണ പുൾ ഓഫ് ചെയ്തത് ബൈ ഡിഫെൻഡിങ്. ഓക്കെ, ഡിഫെൻഡിങ്ങിലാണല്ലോ അവർക്ക് ഈ ഒരു സീസണിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമുള്ളത്. അത് ഇന്നത്തെ മാച്ചിൽ ഒരു എന്താ പറയുക, ടീം ഡിഫെൻഡിങ് പെർഫോമൻസ് നമുക്ക് ഈ ഒരു മാച്ചിൽ കാണാൻ പറ്റി. ഓക്കെ, എസ്പെഷ്യലി മറ്റേ കുബാർസിയും ബാൾഡേയും പിന്നെ അതുപോലെ ജൂൾസ് കൂടെയൊക്കെ ഈ സീസണിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഔട്ട് ഓഫ് ഫോം ആയിരുന്നു. ഓക്കെ, നമ്മളാ ഒരു മറ്റേ ഒളിമ്പിയാക്കോസ് അല്ലല്ലോ, ഒരു ടീമിനെതിരെ 2 ഗോൾ സ്കോർ ചെയ്ത് പെട്ടെന്ന് 2 ഗോൾ സ്കോർ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഞാൻ വിട്ടുപോയടാ, ഫ്രാങ്ക്ഫർട്ടാണോ എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അങ്ങനത്തെ വളരെ കുറച്ച് മാച്ചസിൽ മാത്രമാണ് ജൂൾസ് കൂണ്ടെ ഭയങ്കരമായിട്ട് ഫോം ആയത്. അതല്ലാതെ വളരെ ഔട്ട് ഓഫ് ഫോമാണ് ജൂൾസ് കൂണ്ടെ. പക്ഷേ ഒരു ടീം പെർഫോമൻസ് കഴിഞ്ഞ സീസണിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജൂൾസ് കൂണ്ടെയൊക്കെ ഈ സീസണിൽ അത്ര അധികം പെർഫോം ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് എന്നൊക്കെ മാറിയ പോലെയാണ് ഈ ഒരു മാച്ച് കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത്. ഓക്കെ, പിന്നെ എസ്പാനിയോൾ അവരുടെ അറ്റാക്ക് അറ്റാക്കായിരുന്നേ, നല്ല ബോൾ കൺട്രോൾ, നല്ല പാസിങ്, നല്ല സ്കിൽസ്, പോളി പെർഫോമൻസ്. ഓക്കെ, പിന്നെ ഫസ്റ്റ് ഹാഫിൽ ലമീൻ യമാൽ ഒരു സൈഡിൽ നിന്നൊക്കെ നല്ലപോലെ റൈറ്റ് വിങ്ങിൽ നിന്ന് നല്ലപോലെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഒന്നും കയറുന്നില്ല. 2 ടീമിൻ്റെയും ഗോൾ കീപ്പേഴ്സ് അടിപൊളിയായിരുന്നു. എസ്പാനിയോളുടെ ഗോൾ കീപ്പർ അടിപൊളിയായിരുന്നു. അച്ചങ്ങായി നല്ല സേവ് നടത്തിയിട്ടുണ്ട്. യുവാൻ ഗാർസിയ മാത്രമല്ല, അവിടെ യുവാൻ ഗാർസിയ അപ്പുറത്ത് അങ്ങനെ മറ്റേ നെഞ്ചും വിരിച്ച് ഇമ്പട്ടി ആകെ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അതും ഫ്രം ഇൻസൈഡ് ദ ബോക്സിൽ ഈ അടുത്തുനിന്നാണ് കാണുന്നത്. അതാണ് ആ ചങ്ങായിൻ്റെ നമ്മൾ വണ്ടടിച്ചിരിക്കുന്നത്. തൊട്ടടുത്തുനിന്ന് 1-on-1 വരുന്നു, 2-on-1 വരുന്നു. യുവാൻ ഗാർസിയ പറഞ്ഞു ഇല്ല, ഇതിൻ്റെ അകത്തോട്ട് ബോൾ പോവില്ല. ഓക്കെ, ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു മോനെ സെക്കൻഡ് ഹാഫിൽ, ജൂൾസ് കൂണ്ടെയും ജെറാർഡ് മാർട്ടിനും 2 പേരും സ്ലൈഡ് ചെയ്തു. പക്ഷേ എസ്പാനിയോളുടെ സ്ട്രൈക്കർ ആ ഒരു ബോളും കൊണ്ട് അവരെ 2 പേരെയും ബീറ്റ് ചെയ്ത് പോയി. അവിടെയാണ് ഞാൻ പറഞ്ഞാൽ 2-on-1. ഈ സ്ട്രൈക്കർ ഉണ്ട്, ലെഫ്റ്റ് വിങ് ഉണ്ട് സൈഡിൽ എസ്പാനിയോളുടെ. യുവാൻ ഗാർസിയ ഒറ്റയ്ക്ക് 2 പേര് ഓഫ് സൈഡ് ട്രാപ്പൊക്കെ പൊളിച്ച്, കാരണം ഇവന്മാർ 2 പേരും ഇതാക്കിയിട്ടാണ് വരുന്നത്. അവന്മാർക്ക് ഓഫ് സൈഡ് ട്രാപ്പൊക്കെ പൊളിച്ചിട്ട് വേണം ഇവന് ലെഫ്റ്റിലോന് കൊടുക്കായിരുന്നു. പക്ഷേ സ്ട്രൈക്കർ എന്ത് ചെയ്തു, യുവാൻ ഗാർസിയനെ കട്ട് ചെയ്തിട്ട് ആ ഒരു ബോൾ സ്കോർ ചെയ്യാൻ നോക്കി. പക്ഷേ ആ ബോൾ കട്ട് ചെയ്തത് യുവാൻ ഗാർസിയ വാച്ച് ചെയ്തു ബൈ ഹീസ് വിഷൻ. ആ ഒരു ബോളിലോട്ടുള്ള കറക്റ്റ് വിഷനോട് കൂടി ആ ഒരു ബോൾ സേവ് ചെയ്ത് കളഞ്ഞു. അത് ആ ഒരു ടച്ച് ആ സമയത്ത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഒരു ബോൾ സേവ് ചെയ്ത് ബാഴ്സലോണ ഓഡിയൻസ് എന്തായാലും ആ ചങ്ങായിനെ ഇങ്ങനെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അത് വല്ലാത്തൊരു സേവായിരുന്നു ആ ചങ്ങായിൻ്റെ. മൊത്തത്തിൽ ഞാൻ പറഞ്ഞോ 6 സേവ് ഫ്രം ഇൻസൈഡ് ദ ബോക്സ്, 4 ലോങ് റേഞ്ച് ഷോട്ടത്തെയും ടോട്ടലി സേവ് ചെയ്തിട്ടുണ്ട്. 24/24 അക്യുറേറ്റ് പാസസ് അദ്ദേഹത്തിനുണ്ട്. സോ അങ്ങനെ മൊത്തത്തിൽ ഈ മാച്ചിലെ പ്ലെയർ ഓഫ് ദ മാച്ചും യുവാൻ ഗാർസിയാണ്. പ്യൂർലി ഡിസേർവിങ്. അതങ്ങാനും മറ്റേ ലമീൻ യമാലെങ്ങാനും കൊടുത്തിട്ടുണ്ട്. ലമീൻ യമാൽ ഒരു മോശം പെർഫോമൻസ് നടത്തി എന്നല്ല ഞാൻ പറയുന്നത്. പുള്ളി നല്ല പെർഫോമൻസാണ് യമാൽ പുറത്തെടുത്തത്. ആ റൈറ്റ് വിങ് കൂടെ നല്ല പെർഫോമൻസ്. കാരണം റാഫീനിയ, റാഷ്ഫോർഡ്, ഫെറാൻ ടോറസ് 3 പേര് ഒരു കാര്യമില്ലായിരുന്നു. ടു ബി ഫ്രാങ്ക് പറയാം, ഒരു കാര്യമില്ലായിരുന്നു. അവരുടെ സോഫാ സ്കോർ റേറ്റിംഗ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. 6 ഒക്കെയാണ് അവർക്കുള്ളത്. ബാഴ്സലോണ ഈ ഒരു സീസണിൽ നമുക്ക് അധികവും അറിയാൻ പറ്റും അറ്റാക്കിലാണ് പിടിച്ചു നിന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ മാച്ചിൽ അറ്റാക്ക് വലിയ കാര്യമില്ലായിരുന്നു, ഡിഫെൻസീവ്ലി ആയിരുന്നു അവർ അടിപൊളിയായിരുന്നുണ്ട്. അപ്പോൾ റാഫീനി, റാഷ്ഫോർഡും ഫെറാൻ ടോറസും മോശമായ സമയത്ത് ലമീൻ യമാൽ ആ ഒരു സെയിം വിധത്തിൽ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അടിപൊളിയായിട്ട്. 8.1 ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന് സോഫാ സ്കോർ റേറ്റിംഗ് കൊടുത്തത്. അപ്പോൾ ലമീൻ യമാൽ ഒരു മോശം പെർഫോമൻസ് നടത്തി നല്ല ഞാൻ പറയുന്നത്. പക്ഷേ യുവാൻ ഗാർസിയ നടത്തിയ പെർഫോമൻസ് ഗോൾ ലൈൻ സേവുകളാണ് പലതും. അതായത് നമുക്കിനി ആ ഒരു ടോപ്പിക്കിലോട്ട് വിടാം. ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞല്ലോ എസ്പാനിയോളുടെ അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലൻ അറ്റാക്കുകളായിരുന്നു. അവർ അറ്റാക്ക് ചെയ്യുന്ന യുവാൻ ഗാർസിയ സേവ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ 1-on-1 മാത്രം കേട്ടോ. പിന്നെ വേറെ കുറേ ഔട്ട് സൈഡ് ദ ബോക്സ് കുറേ ഡിഫൻഡേഴ്സ് സേവ് ചെയ്യുക അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ അങ്ങനെയായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ പിന്നെ ബാഴ്സലോണയുടെ ഭാഗത്തു നിന്നും അറ്റാക്കുകൾ ഉണ്ടായിരുന്ന ലമീൻ യമാലായിരുന്നു. റാഷ്ഫോർഡൊക്കെ പടയെ മങ്ങിപ്പോയി. റാഷ്ഫോർഡിൻ്റെ ഒരു ഫൗളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് യെല്ലോ കാർഡ്, റെഡ് കാർഡൊക്കെ ഡിസേവ് ചെയ്യേണ്ട ഒരു ടൈപ്പ് ഒരു ഫൗളൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. പക്ഷേ റഫറി ഒന്നും കൊടുത്തില്ല, അറിയില്ല, അലവേരെ മേടിക്കാൻ കൊടുത്തു തോന്നുന്നു. എന്നാലും അത് വിട്. പിന്നെ അതുപോലെ ഞാൻ ഫണ്ണായിട്ട് പറഞ്ഞാട്ടോ, സെക്കൻഡ് ഹാഫിലോട്ട് പോയ സമയത്തും ഞാൻ വിചാരിച്ച് സെക്കൻഡ് ഹാഫിൽ റാഷ്ഫോർഡിനെ മാറ്റി ഫെർമിൻ ലോപ്പസിനെ കൊണ്ടുവന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പെഡ്രിയെ കൊണ്ടുവന്നു, ജെറാർഡ് മാർട്ടിനെ പിൻവലിച്ചിട്ട്. അപ്പോൾ എറിക് ഗാർസിയ പുറകോട്ട് ഇറങ്ങും. ഓഫ് കോഴ്സ് ആ ഒരു മിഡ്ഫീൽഡ് ഉണ്ടായിരുന്ന എറിക് ഗാർസിയ പുറകോട്ട് ഇറങ്ങും. ലൈനപ്പ് ഞാൻ പറഞ്ഞോ ഇല്ല എനിക്കറിയില്ല. ലൈനപ്പ് ചെയ്യാൻ വെറുതെ ഇഷ്ടം. യുവാൻ ഗാർസിയ ആയിരുന്നു ഗോൾ കീപ്പർ. റൈറ്റ് ബാക്ക് ജൂൾസ് കൂണ്ടെ, CB ആയിട്ട് ജെറാർഡ് മാർട്ടിനും പിന്നെ അതുപോലെ തന്നെ കുബാർസിയും.
ലെഫ്റ്റിൽ ബാൾഡെ, എറിക് ഗാർഷ്യയും പിന്നെ അതുപോലെ തന്നെ ഫ്രാങ്കി ഡിയോങ് വരുന്ന മിഡ്ഫീൽഡർ ഉണ്ടായിരുന്നു. റാഫീന ഒരു നമ്പർ 10 റോളിൽ, ലെഫ്റ്റ് റാഷ്ഫോർഡ്, റൈറ്റിൽ ലാമിൻ യമാൽ, സ്ട്രൈക്കായിട്ട് ഫെറാൻ ടോറസ്, ഇങ്ങനെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പെഡ്രിനെ കൊണ്ടുവന്നപ്പോൾ ജെറാർഡ് മാർട്ടിനെ പിൻവലിച്ച് പെഡ്രിനെ കൊണ്ടുവന്നപ്പോൾ എറിക് ഗാർഷ്യ നേരെ ഡിഫെൻഡിങ് ഇറങ്ങി പെഡ്രിയും ഫ്രാങ്കി ഡിയോങ്ങുമായി പിന്നെ മിഡ്ഫീൽഡ് കോമ്പിനേഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു ഫെർമിൻ ലോപ്പസും പെഡ്രിനും ചേഞ്ച് ചെയ്തത് ഭയങ്കരമായിട്ടുള്ളൊരു ഡിഫറൻസ് ഉണ്ടാക്കി. പിന്നെ ലെവൻഡോസ്കിനെയും മാറ്റി, ഫെറാൻ ടോറസിനെ മാറ്റിയിട്ട് ആ ഒരു ഫെർമിൻ ലോപ്പസിനെ മാറ്റിത്തോട്ട് അദ്ദേഹം ഫെർമിൻ ലോപ്പസിൻ്റെ ഇന്നത്തെ ടച്ച് നല്ല എന്താ പറയുക, ചില ദിവസം ചില പ്ലെയേഴ്സിൻ്റെ ടച്ച് കിട്ടില്ലായിരിക്കില്ല. ആ ഒരു ടച്ചിലൂടെ ഗെയിമിൻ്റെ ആ ഒരു റിതം തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ കംപ്ലീറ്റ് അറ്റാക്ക് എസ്പാനോളിനായിരുന്നു. ആ ഒരു ഫെർമിൻ ലോപ്പസിൻ്റെ പല ടച്ചസും അത് ബാഴ്സലോണക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു ടച്ചാണ് ഫസ്റ്റ് ഗോൾ വന്നത്. ഫെർമിൻ ലോപ്പസിനൊരു ബോൾ കിട്ടുന്നു, അദ്ദേഹം ഒരു ബ്യൂട്ടിഫുൾ ടേണിൽ, ആ ഒരു ടച്ച് ആൻഡ് ടേണിലൂടെ ബ്യൂട്ടിഫുള്ളായിട്ട് ടേൺ ചെയ്യുന്നു. ആ ഒരു ബോൾ നേരെ ഡാനി ഓൾമോ കൊടുക്കുന്നു. ഡാനി ഓൾമോനെയും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറക്കിയിരുന്നു. ഡാനി ഓൾമോ ഒരു ഷോട്ട് അടിച്ചു, ഫ്രം ഔട്ട്സൈഡ് ദ ബോക്സ്, ഔട്ട് ഓഫ് ദി വേൾഡ് എന്നൊക്കെ പറയില്ല. ആ ഒരു കോർണറിലോട്ട് ഗോൾ കീപ്പർ നല്ല ഫോമിലാണ് എസ്പാനോളിൻ്റെയും. ഓക്കെ, പക്ഷേ അദ്ദേഹം നോക്കിയിരുന്നു ഇത് എങ്ങോട്ടേക്ക്, പുറത്തേക്കാണോ പോയത് അകത്തേക്കാണോ പോയത്, ഒന്നും ഒരു ഐഡിയ ഇല്ല. അകത്തോട്ടാണ് പോയത്. ഡാനി ഓൾമോ അങ്ങനെ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യുന്ന 85ാമത്തെ മിനിറ്റ്. ലേറ്റ് ആണെന്നുണ്ടെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടാണ് ഡാനി ഓൾമോ വന്നത്. അത് കിടിലൻ അസിസ്റ്റ്, കിടിലൻ ഫിനിഷ്, അടിപൊളി, ഒന്നും പറയാനില്ല അതിനെക്കുറിച്ച്. അപ്പോൾ ഒരു ബാഴ്സലോണയുടെ ആ ഒരു ഡഗ്ഔട്ടൊക്കെ ആഘോഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതീമലും ബാഴ്സലോണ നിർത്തിയില്ല. സ്പെയിനിൻ്റെ അറ്റാക്ക് പിന്നെ അവിടെ നിലച്ചു. 85ാമത്തെ ആ ഒരു ഗോൾ വന്നതോടുകൂടി അവരുടെ കോൺഫിഡൻസ് അടിച്ചുപോയി. ഓക്കെ, അവരെന്നല്ലേ പിന്നെ അവരുടെ ഇതിന് മുമ്പുള്ള ചാൻസസ് ഒക്കെ ഏതെങ്കിലും ഒന്ന് ഗോളായിരുന്നെങ്കിൽ ഇതേപോലെ ബാഴ്സലോണയുടെ കോൺഫിഡൻസ് അവർക്ക് കളയാമായിരുന്നു. പക്ഷേ അതൊന്നും അവർക്ക് യോഹാൻ കാർസിയ അത് സമ്മതിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഓക്കെ, ഫസ്റ്റ് 85ാമത്തെ മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഫെർമിൻ ലോപ്പസിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസാണ് നമ്മൾ കണ്ടത്. ആ ഒരു ലെഫ്റ്റിലൂടെ അദ്ദേഹം ആ ഒരു ബോൾ 2 ഡിഫൻഡറിനെ ബീറ്റ് ചെയ്ത് വരുന്നു. അത് നേരെ ലെവൻഡോസ്കി കൊടുക്കുന്നു. ലെവൻഡോസ്കി ഒരു ചിപ്പ് ചെയ്ത് ഒരു ലോഫ്റ്റ് ചെയ്തൊരു ഷോട്ട് അടിക്കുന്നു. ഡാനി ഓൾമോ അവിടെ ഉണ്ടായിരുന്നു, വേണേൽ അദ്ദേഹത്തിന് ഷോട്ട് അടിക്കുമായിരുന്നു, ഓഫ് സൈഡൊന്നും അല്ലായിരുന്നു. പക്ഷേ ഡാനി ഓൾമോ അത് പോസ്റ്റിലേക്ക് പോകുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിന്നു. ലെവൻഡോസ്കി ആ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു. അവിടെയും ഫെർമിൻ ലോപ്പസിൻ്റെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസാണ് കണ്ടത്. 2 ഗോളിൻ്റെയും അസിസ്റ്റ് ഫെർമിൻ ലോപ്പസിൻ്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസാണ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഫെർമിൻ ലോപ്പസിൻ്റെ എന്താ മാച്ചിലെ ടച്ച് ഒരു ബ്യൂട്ടിഫുൾ ടച്ചായിരുന്നു. അത് ഗെയിം ചേഞ്ച് ചെയ്തു. 2-0 എന്നുള്ളൊരു സ്കോറിന് ബാഴ്സലോണ എസ്പാനോളിൻ്റെ ഹോം മാച്ചിൽ പരാജയപ്പെടുത്തി 7 പോയിൻറ്റ്സ് ക്ലിയർ ആയി ലാ ലീഗയിൽ ടാബിൾ. റയൽ മാഡ്രിഡ് ഇന്നത്തെ മാച്ചുണ്ട്. പക്ഷേ ജയിച്ചാലും അവർക്ക് ആ ഒരു ഡിഫറൻസ് കുറക്കാന്നല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. സോ ബാഴ്സലോണയ്ക്ക് ഇനി അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കെതിരെയാണ് മാച്ചുള്ളത്. സോ അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. 4-3-ൽ ഞാൻ വായിച്ച കാര്യമാണ്, ഓഫ് സൈഡ് റൂൾ മാറാൻ പോവുകയാണ്. ഈ ഒരു ഓഫ് സൈഡ് റൂള് കംപ്ലീറ്റ് ബോഡി പുറത്തായാൽ മാത്രമേ ഇനി ഓഫ് സൈഡ് ഉള്ളൂ. ഓക്കെ, ഒഫീഷ്യലായിട്ടൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, 4-3-3 കൊടുത്തതനുസരിച്ചാണ് ഞാൻ പറയുന്നത്. കംപ്ലീറ്റ് ബോഡി പുറത്തായാൽ മാത്രമേ, കംപ്ലീറ്റ് ബോഡി ഇനി ആ ഒരു ഡിഫൻഡറുമായിട്ട് പുറത്തായാൽ മാത്രമേ ഇനി ഓഫ് സൈഡ് ആവുള്ളൂ. ആ ഒരു കുറച്ച് ഇപ്പോൾ കറൻ്റ് ഉള്ള ഒരു ഓഫ് സൈഡ് റൂൾ ഉണ്ടല്ലോ, ഇപ്പോൾ ബാഴ്സലോണയൊക്കെ കൊണ്ട് നടക്കുന്ന ആ ഒരു ഹൈ ലൈൻ പല ഗോളിനെയും കില്ല് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് സൈഡ്, അത് ഇനി ഉണ്ടാവില്ല അടുത്ത സീസൺ തൊട്ട് എന്നൊക്കെ പല റൂമേഴ്സും വരുന്നുണ്ട്. എത്രത്തോളം നടക്കും എന്ന് എനിക്കറിയില്ല. വേൾഡ് കപ്പ് ഇയറാണ്. ചിലപ്പോൾ ഓരോ കാര്യങ്ങളും വേൾഡ് കപ്പിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വാർ ഫസ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് വേൾഡ് കപ്പിലാണ്. സോ അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ വേൾഡ് കപ്പിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് പോലെ ഈ കാര്യം വേൾഡ് കപ്പിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോനെ അത് മാറും, സീൻ മാറും. പ്രത്യേകിച്ച് ഒരാൾക്കാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവുക. ആ ഒരു റൂള് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് PSG-നെയും ബാഴ്സലോണയാണ്. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ഹൈ ലൈനെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നതും അത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നതും അവരാണ്. അത് ഭയങ്കരമായിട്ട് ബാധിക്കാനുള്ള ചാൻസ് PSG-ക്കും ബാഴ്സലോണയ്ക്കും നല്ല പോലെ ഉണ്ട്. ഓക്കെ, പക്ഷേ അത് അഡ്വാൻറ്റേജ് ആവാൻ പോകുന്നത് ഒരു ടീമിനാണ്, അതിലൊരു പ്ലെയർക്കാണ്. മിക്കവാറും മെസ്സിയുടെ 91 ഗോള് ഇന്ന കലണ്ടർ ഇയർ അതൊക്കെ പൊളിയും ഈ ഒരു റൂള് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ചാൻസസ് ആർ വെരി ഹൈ. മെസ്സി അവിടെ ഒരു സെപ്പറേറ്റ് സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഒരു റൂള് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചങ്ങായി അത് തകർക്കാനുള്ള ചാൻസ് ഉണ്ട്. ആ ചങ്ങായിൻ്റെ പേര് ഞാൻ പറയണോ? അതിനെ ഞാനൊന്ന് സെലിബ്രേഷൻ ഇട്ട് കാണിച്ചു തരാം.